കാസർഗോഡും കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലകളിലും കുടിവെള്ളത്തിനും ജലസേചനത്തിനുമായി ഉപയോഗിക്കുന്ന പരമ്പരാഗത ജലസ്രോതസ്സുകളാണ് തുരങ്കക്കിണർ എന്ന് വിളിക്കുന്ന സുരംഗങ്ങൾ. പുതിയ കാലത്ത് സുരംഗങ്ങൾ വിസ്മൃതിയിലാവുകയാണ്. കുന്നിൻ ചെരുവുകളിലോ മലയടിവാരങ്ങളിലോ ഭൂഗർഭ ജലസ്രോതസ്സുകൾ ലക്ഷ്യമാക്കി തുരങ്കങ്ങൾ നിർമ്മിച്ചാണ് ജലവഴി തെളിച്ച് പുറത്തേക്കെത്തിക്കുന്നത്. ഇത്തരം തുരങ്കങ്ങൾക്ക് സാധാരണയായി 30 മുതൽ 40 മീറ്റർ വരെ നീളമുണ്ടാകും. ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകാവുന്നത്ര മാത്രമാണ് ഇതിൻ്റെ വീതി. ഈ കാണുന്ന സുരംഗ കാസർഗോഡ് പെർളടക്കം കുണ്ടംകുഴിയിലെ ഒരു കൃഷിയിടത്തിൽ 4 പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ചതാണ്. സുരംഗയുടെ ഖ്യാതി ദേശീയതലത്തിൽ തന്നെ ചർച്ചയാക്കിയ കുണ്ടംകുഴിയിലെ കുഞ്ഞമ്പുവേട്ടൻ നിർമ്മിച്ച 1500 സുരംഗകളിൽ ഒന്ന് മാത്രമാണിത്. ഭൂമിക്കടിയിലെ ജലഞരമ്പ് തേടിപ്പോവാൻ കുഞ്ഞമ്പുവേട്ടൻ ഇന്നില്ല. പകരം മകൻ രതീഷ് കുണ്ടംകുഴിയാണ് ജലത്തെ തേടിയുള്ള ആ യാത്രയിലുള്ളത്. അതായത് ഇത് ഒരു 40 വർഷം പഴക്കമുള്ള സുരംഗയാണ്. എൻ്റെ അച്ഛനാണ് നിർമ്മിച്ചത്. ജലശില്പി എന്നറിയപ്പെടുന്ന സി കുഞ്ഞമ്പു എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം 1500ഓളം സുരംഗകൾ ഒഴിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലും കർണാടകയിലുമായിട്ട് 1500ഓളം സുരംഗകൾ ഒഴിച്ചിട്ടുണ്ട്. ഏറ്റവും അപകടം പിടിച്ച ജോലിയാണ് ഈ സുരംഗ. കണ്ടില്ലേ, മണ്ണിൻ്റെ അടിയിലൂടെ ഇങ്ങനെ തുരന്ന് എത്രയോ മീറ്ററുകളോളം ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അപകടങ്ങളുണ്ടാകാം. മണ്ണിടിഞ്ഞ് വീണ് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അപകടകരമായ ഒരു ജോലി ചെയ്യാൻ ആളില്ല, അതിലേക്ക് താല്പര്യപ്പെട്ട ആൾക്കാർ വരുന്നില്ല. ഒരു തനത് ജലസ്രോതസ് എന്ന നിലയിലാണ് സുരംഗകളുടെ പ്രസക്തി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വാഭാവികമായ നീരുറവ് കണ്ടെത്തി ഉപയോഗിക്കാനുള്ള രീതിയായിരുന്നു സുരംഗകൾ. അതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം അവിശ്വസനീയമാണ്. അതുകൊണ്ട് തന്നെ ജലസംരക്ഷണത്തിൻ്റെ പുതിയ പാഠങ്ങളിൽ സുരംഗയുടെ നിർമ്മാണവും പരിചരണവും കൂടി ഉൾപ്പെടുത്തേണ്ടതും പരിരക്ഷിക്കേണ്ടതും അത്യാവശ്യമാണെന്നുകൂടി പുതിയ തലമുറയിലെ രതീഷ് കുണ്ടംകുഴി പറഞ്ഞു വയ്ക്കുന്നു. ഇഷ്ടം പോലെ വെള്ളം കിട്ടും. നമ്മുടെ സാധാരണ കിണറോ ബോർവെല്ലുകളെ അപേക്ഷിച്ച് ഇഷ്ടം പോലെ 24 മണിക്കൂർ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷിക്ക് വേറെ ചിലവുകളില്ല, കറണ്ടിൻ്റെ ആവശ്യമില്ല, മോട്ടറുകളുടെ സഹായം വേണ്ട. അപ്പോൾ കൃഷിക്കാർക്ക് എന്തുകൊണ്ടും അത് ലാഭകരമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. കാസർഗോഡ് കർണാടക ജില്ലയിലെ മണ്ണ് ഇതിന് അനുയോജ്യമാണ്. അതുകൊണ്ടാണ് ഇത് കൂടുതലും ഈ പ്രദേശത്ത് കാണപ്പെടുന്നത്. കാലപ്പഴക്കവും പരിചരണമില്ലായ്മയും നിരവധി സുരംഗങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പരിചരണവും പുനർനിർമ്മാണവും ശ്രമകരവും പണച്ചിലവേറിയതുമായതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ സുരംഗ നിർമ്മാണത്തിന് കർഷകരാരും മുൻകൈയെടുക്കാറില്ല. പൈതൃക ജലസ്രോതസ്സായ സുരംഗങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ കൂടി ഇടപെടൽ കൂടിയേ തീരൂ. കാസർഗോഡ് ജില്ലയിലെ ജലമനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന കുഞ്ഞമ്പുവേട്ടൻ നിർമ്മിച്ച 1500ഓളം സുരംഗങ്ങളിൽ ഒന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു കാലത്ത് കാസർഗോഡിനെ ജലസമൃദ്ധമാക്കിയതും കാർഷിക സമൃദ്ധമാക്കിയതും ഈ സുരംഗങ്ങളുടെ പിന്തുണയാണ്. കാസർഗോഡ് കുണ്ടംകുഴിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജെറിയോടൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.